പാടാവേ ആദ്യം. ഡയമണ്ട്സ് പറ്റില്ല, ഇംഗ്ലീഷ് പാട്ടൊന്നും പറ്റില്ലേ? അതെന്തുവാ? സിനിമാ പാട്ട്, മലയാള സിനിമാ പാട്ടേ പറ്റും. തമിഴ് പറ്റില്ല. മലയാളം നോക്കി ഒന്നും കിട്ടൂല. ആ കിട്ടി. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ ഉള്ളിൽ തേനുണ്ടോ. നീ 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 പാടാ. ഞാൻ അപ്പോഴേ പറഞ്ഞു തമിഴും കൂടെ വേണമെന്ന്. പഠിക്കൂ. സമയം തീരാറായി. 1 2 3 4 5 5 തീർന്നു. പോയിന്റ് പോയേ. പാട്. എന്തോന്നാ പറഞ്ഞ സമയം കിട്ടുന്നില്ല. ഞാൻ അപ്പഴേ പറഞ്ഞു തമിഴും മലയാളത്തിലൊന്നുമില്ല. തോറ്റേ. എനിക്ക് പോയിന്റോ. നീ പാടും. എന്താ കളിക്കണേ? നീ ഇവിടെ പോയിരുന്നു. എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നു. ഞാനും എന്റെ അച്ഛനും കൂടി തോട്ടില് മീൻ പിടിക്കാൻ പോയി. തോട്ടിലോ? ഓ, ഏത് തോട്ടില്? അവിടത്തെ തോട്ടില്. എന്തോ മീൻ വല്ലതും കിട്ടിയോ? കരിമീൻ കിട്ടി. കരിമീനോ? കരിമീൻ തോട്ടില്ല, കായലല്ലേ കരിമീൻ. നീ വെറുതെ നോണ പറയാൻ. ഈ കരിമീൻ എന്ന് വെച്ചെന്താ? കരിമീൻ കേട്ടിട്ടില്ലേ? നല്ല ടേസ്റ്റാ കരിമീൻ. എൻ്റെ അമ്മ കരിമീൻ ഫ്രൈ ഉണ്ടാക്കും, കരിമീൻ കറി ഉണ്ടാക്കും. സൂപ്പറാ കരിമീൻ. കാശ് വേണം. പക്ഷെ നിന്റെ ഡാഡിയുടെ കയ്യിൽ കാശില്ലല്ലോ. അതിന് ആര് പറഞ്ഞു എന്റെ ഡാഡിയുടെ കാശില്ലെന്ന്? എന്റെ അമ്മ ഭയങ്കര പണക്കാരിയാ. അപ്പ ആദ്യം പറഞ്ഞോ കരിമീൻ കണ്ടിട്ടില്ലാന്ന്? അത് എന്റെ അമ്മ ഇംഗ്ലീഷിലാ സംസാരിക്കണം എപ്പോഴും. അപ്പൊ ഇംഗ്ലീഷിൽ പറയണോണ്ട് കരിമീൻ വേറെ ഇരിക്കും. നീ വെറുതെ നോണോ പറയാ. പിന്നെ നമ്മള് വാങ്ങാത്തതാ, ഇഷ്ടല്ല. നോണോ പറയാ. മതി. നമുക്ക് കളിക്കാം. നീ കളിക്കണോ? എന്ത് കളി? അന്താക്ഷരി കളിക്കണോ? ഇനി നീ നീ പറ. തമിഴുണ്ട്. ഏതെങ്കിലും പാടും. തമിഴ് നീ പാടും. എന്ത് ചെയ്യുന്നു? കല്യാണത്തിന് മഴയൂട്ടാ. നിന്റെ തേങ്ങ ചേർന്നപ്പോ തിന്നാൻ പാടില്ല. കല്യാണത്തിന് മഴ പെയ്യും. ഇത് എവിടെ നടക്കണ അലഞ്ഞു തിരിഞ്ഞ് വേർത്ത് കുളിച്ച്. എന്ത് ചെയ്യാനാ? ഇതെന്തിനാ? അവിയലുണ്ടാക്കാൻ. മഞ്ഞ പച്ച? എന്ത് മഞ്ഞ പച്ച? പച്ച അവിയൽ കണ്ടിട്ടുണ്ടോ നീ? പിന്നെ ഏതാ? നമ്മളിവിടെ സാധാരണ ഉണ്ടാക്കണ അവിയല് മഞ്ഞയാണോ പച്ചയാണോ ആവോ. ഇന്ന് വേറെന്താ കടിയുണ്ട്? ഇന്ന് വേറെ ഒന്നുമില്ല, തോരനുണ്ട്. മീനോ? മീനില്ല. എന്താ 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 കാര്യം? ഇല്ല, മീനുണ്ടോ? അതെന്തേ? മീൻ മേടിച്ചില്ല, മീൻകാരൻ വന്നില്ല. അമ്മ, ഈ മറ്റേ നമ്മളെ കരിമീൻ സൂപ്പറാണോ? എന്താ കരിമീൻ? സൂപ്പറാണോ? ഭയങ്കര ടേസ്റ്റ് ആണോ? ഭയങ്കര ടേസ്റ്റ്. അത് ഈ സായിപ്പന്മാരൊക്കെ എപ്പോഴും വന്ന് കഴിക്കണ അതുകൊണ്ടല്ലേ. അമ്മ വെച്ചിട്ടുണ്ടോ? അമ്മ കഴിച്ചിട്ടുണ്ട്. എപ്പോ? അമ്മ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അത് പണക്കാർക്ക് വാങ്ങാക്കൂലല്ലേ? ആര് പറഞ്ഞു? എന്റെ ഫ്രണ്ട് പറഞ്ഞു. പറഞ്ഞു നിന്നെ പോലെ ആൾക്കാർക്കൊന്നും വാങ്ങാക്കൂല, നല്ല പൈസ വേണം. എന്റെ അച്ഛൻ ഗൾഫില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യ എന്റെ അമ്മ ഭയങ്കര പണക്കാരിയാന്ന് പറഞ്ഞു. നിന്റെ അമ്മ പണക്കാരി അല്ലല്ലോ. പേഴ്സിൽ കുറെ ചില്ലറ ഉണ്ടല്ലോ. അത് ചില്ലറയല്ല, അത് പണക്കാരിയാണെങ്കിൽ അത് ഒരുപാട് കൂട്ടി വയ്ക്കുമ്പോ. എന്താ ഉദ്ദേശം? എനിക്കേ ഇന്ന് കരിമീൻ വാങ്ങിച്ചേരാ. അയ്യടാ, എനിക്കറിയായിരുന്നു എന്തോ തീറ്റക്കാരിയായിട്ടാ വന്നേക്കണേന്ന്. നിനക്ക് ഓരോ ദിവസം ഓരോ തോന്നലാണോ മോനെ? കഴിഞ്ഞ ആഴ്ച നിനക്ക് ഒട്ടകത്തിന്റെ ഇറച്ചി വേണമെന്ന് പറഞ്ഞല്ലോ. ഒട്ടകം ഇവിടെ കിട്ടൂലല്ലോ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ. ഇത് ഇവിടെ കിട്ടും, വാങ്ങിച്ചു തരൂ. പൊയ്ക്കേടി എന്നിട്ട് അമ്മ വാങ്ങിച്ചു കരിമീൻ. വാങ്ങിച്ചു തരാം. ഇന്ന് വാങ്ങിച്ചു തരൂല, എന്നെങ്കിലും മേടിച്ചു തരാം. ഇന്നിപ്പോ ഞാൻ എവിടെ പോകാനാ? തക്കിളി മോളെ, അവൾ എന്നെ കൊതിപ്പിച്ചു. പൊരിച്ചു വെച്ചാ നല്ല ടേസ്റ്റ്. നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി, ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അപ്പൊ പറഞ്ഞു കഴിച്ചില്ല. അല്ല, ഇന്ന് ചെന്നിട്ട് പറയണം എന്റെ അമ്മ കരിമീൻ മേടിച്ചു തന്ന് ഞാൻ കഴിച്ചെന്ന് പറയണം. അങ്ങനെ കള്ളം പറയണ്ട. അതിനെക്കാട്ടി നല്ല അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നല്ലേ. വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലും നിനക്ക് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോ സമയം തീർന്നില്ലല്ലോ. പോയി സമയം തീർന്നിട്ട് കാര്യമുണ്ട്. ഇത് മേടിക്കാൻ പൈസ വേണ്ടേ? ചാളയിലെ മേടിക്കണ പോലെ അല്ല. പൈസ എത്ര രൂപയും കൂടി പോയോ? 500. 500 രൂപ കിട്ടൂല. 500 രൂപയ്ക്ക് 2 എണ്ണം അങ്ങനെ കിട്ടും. അത് 2 എണ്ണം മതിയല്ലോ, വലുതല്ലേ. പോടി അവിടെ നിന്ന്. നീ അമ്മ നീ ഡാഡിനോട് പറ, ഡാഡി മേടിച്ചു തരും. ഡാഡിനോട് പറഞ്ഞാൽ നടക്കുന്നില്ല.
വേണ്ട. പ്ലീസ് അമ്മ. എന്റെ ചക്കരയല്ലേ. ആ പറഞ്ഞേ. ഓ എന്നിട്ട് പോ. പോ എന്നെ വാങ്ങിച്ചോളൂ. എന്നിട്ട് പോ. എന്നെ വാങ്ങിച്ചോളൂ. ഇനി ഞാൻ എന്തെങ്കിലും മേടിച്ചു തരാന്ന് പറഞ്ഞു. ഇനി ഞാൻ മേടിച്ചത് തരില്ല കേട്ടോ നിനക്ക്. ഇനി ശരി, ഇന്ന് വാങ്ങിച്ചാ പിന്നെ എനിക്ക് ജീവിതത്തിലേ വേണ്ട. ഓക്കെ. ഞാനേ എന്നിട്ട് വെക്കടി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖാണോ? സുഖം. ഇവിടെ എന്തോ കഴിക്കാൻ? ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും. ഇപ്പഴല്ല, ഉച്ചക്ക്. ഉച്ചക്ക് സാമ്പാറുണ്ടല്ലോ. അയ്യോ, അപ്പൊ മീനൊന്നും വെക്കൂലേ? മീൻ വെക്കും, വെക്കും. പക്ഷെ ഇന്ന് സാമ്പാറുണ്ടല്ലോ. ഇനിയിപ്പോ എന്തിനാ വേറെ കറി ഉണ്ടാക്കണം? അയ്യേ, ചോറും സാമ്പാറും. ആ, എന്താ നല്ലതല്ലേ? ഈ രാഗേന്റെ മീൻ ഇഷ്ടാണോ? എനിക്ക് മീൻ ഇഷ്ടാ. എനിക്ക് മീനാ ഇഷ്ടം ഇറച്ചിനേക്കാളും. ഈ ദുബായിലൊക്കെ കിട്ടോ? ദുബായിൽ കിട്ടുമോന്നോ? കിട്ടോ. അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ടാവും. ഏത് മീനാ വേണ്ടെന്ന് വെച്ചാ പോയി നോക്കി എടുത്താൽ മതി. ആണോ? അങ്ങനെയാണോ? അതിന് അവിടെ കരിമീൻ എങ്ങനെയാ? കരിമീനൊക്കെ ഇത്ര സൈസ് ഉണ്ടാവും. സൂപ്പറാണോ? ഭയങ്കര സൈസ് ആയിരിക്കും, നല്ല ടേസ്റ്റ്. കരിമീൻ ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഭയങ്കരമായിരിക്കോ? അടിപൊളിയല്ലേ? ഫ്രൈ ചെയ്ത് കഴിക്കണം. രസാന്നറിയോ? അല്ല, അതിനവിടെ കായലില്ലല്ലോ. അതിപ്പം കരിമീൻ നമ്മൾ ഇവിടുന്ന് കയറ്റി വയ്ക്കുമല്ലോ അങ്ങോട്ട്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളൊക്കെ അങ്ങോട്ടാ കയറ്റി വയ്ക്കുക. തക്ലിക്ക് അറിയോ അത്? ചെമ്മീൻ, പിന്നെ കൂന്തൽ എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത്, കല്ലുമ്മക്കായ, പിന്നെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ സീ ഫുഡും ഷെൽ ഫിഷും ഇതൊക്കെ അങ്ങോട്ട് ഏറ്റവും അധികം അയറ്റി വയ്ക്കുക. എന്നിട്ട് ഇവിടെ ലോ ക്വാളിറ്റി സാധനങ്ങളാ തരിക. ഇനി ഇവിടെ നിന്നുള്ള നല്ല സാധനങ്ങളല്ല അവിടെ അയക്കണം. അപ്പൊ ഇവിടെ സൂപ്പർ ആയിരിക്കുമല്ലോ. ഇവിടെ സൂപ്പർ ആയിരിക്കും, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് കിട്ടൂല, ഉപകാരം ഉണ്ടാവില്ല. അതങ്ങനെയാ. അപ്പൊ നമുക്ക് അവിടെ ഉള്ളവർക്ക് സുഖമായിട്ട് അതൊക്കെ കഴിക്കാം. പക്ഷെ ഇവിടെ കായലിൽ നിന്നൊക്കെ പിടിക്കാൻ നല്ലതാ. പറിക്കാനോ? പിടിക്കണേ. പക്ഷെ കിട്ടില്ലല്ലോ. എന്നിട്ട് അവിടത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടിക്കും, നല്ല വൃത്തിയിൽ ഐസൊക്കെ ഇട്ടിട്ട് വെക്കും. ഇവിടത്തെ സാധനമല്ലേ ഇത്? വെറൈറ്റി ഒന്നും അല്ലല്ലോ. വെറൈറ്റി പറഞ്ഞാൽ ഏറ്റവും നല്ല സാധനം. അവിടെ കരിമീൻ കിട്ടോ? ഞാൻ പറഞ്ഞില്ലേ കരിമീൻ കിട്ടുന്നു. അതിങ്ങനെ വലുതായിരിക്കും. എന്നിട്ട് അവർ നമ്മള് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് അതിന്റെ ഇതൊക്കെ കളഞ്ഞ് നല്ല കഷ്ണൊക്കെ ആക്കി തരും. അത് വെക്കറിയാമോ? വെക്കാൻ അറിയോ ചോദിച്ചാല് ഞാൻ വെക്കും, പിന്നെ ഫ്രൈ ഒക്കെ ചെയ്യും. പിന്നെ എന്താന്നറിയോ ഒരു ഗുണമുള്ളത്, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ മുളകും മഞ്ഞളൊക്കെ പരത്തിയിട്ട്. അപ്പൊ നമുക്കത് അവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്യുക. അത്രേ ഉള്ളൂ. കറി അറിയില്ലല്ലേ? കറി ഞാൻ വെക്കാറുണ്ട്. ഇവിടെ വാങ്ങോ കരിമീൻ? വാങ്ങൂലേ? ഇവിടെ എനിക്ക് അറിഞ്ഞൂടാ നല്ല കരിമീൻ എവിടെ കിട്ടാന്ന്. അത് മാത്രല്ല, കരിമീൻ പണക്കാർക്കല്ലേ വാങ്ങാക്കോളൂ. ഭയങ്കര പൈസ, നല്ല വിലയാ. വാങ്ങൂലല്ലേ? ഞാൻ നോക്കട്ടെ, ഞാൻ അമ്പിളിച്ചേട്ടനോട് പറയണുണ്ട് ഇവിടെ. പക്ഷെ ഭയങ്കര പൈസ വാങ്ങാക്കോ? പൈസക്ക് ഇപ്പൊ എന്താ, നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്താന്ന് വെച്ചാൽ അത് പൈസ നോക്കരുത്, അതുകൊണ്ട് കയറി വാങ്ങിച്ചോളണം. ഈ ദുബായ് ഇതിന്റെ ഇരട്ടി ആയിരിക്കൂലേ പൈസ? ഞാൻ എന്താന്നറിയോ, സത്യം പറഞ്ഞാ ഈ വിലയൊന്നും നോക്കാറില്ല. ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വാങ്ങിക്കും. എനിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പോവാ ചെല്ലാ എടുത്ത് വാങ്ങാം. എന്ത് രസല്ലേ? നല്ല രസാണ് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. ഇനി കരിമീൻ വാങ്ങുമ്പോ എനിക്ക് തരണേ. അങ്ങനെയല്ല, ഞാൻ കഴിച്ചിട്ടില്ല, അമ്മ വാങ്ങാറില്ല. ആണോ? ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. അമ്മ കഴിക്കൂല, അതുകൊണ്ടാ വാങ്ങാത്ത, വേറെ ഒന്നല്ല. വാങ്ങൂല. Alien versus Alien.